നമുക്ക് ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിൽ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റ്, ബീൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഞാൻ ക്യാരറ്റ് അതിനെല്ലാം ബദലായിട്ട് ക്യാരറ്റ് കൂടുതലെടുത്തതാണ്. ക്യാരറ്റ് ഒരു 6 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. മല്ലിൻ്റെ ഇല എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ, ഇല എടുക്കരുത്, തണ്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഈ തണ്ട് ഭാഗം ഇട്ടാൽ ആ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് വലിയൊരു ടേബിൾ സ്പൂൺ. 6 മുളക്, തീരെ എരിവില്ലാത്ത മുളകാണ്, അതുകൊണ്ട് കട്ടിയില്ലാതെ അരിഞ്ഞത്, അത് പുറത്തേക്ക് ഒഴിവാക്കാതെക്കാൻ വേണ്ടിയിട്ട്. ഒരു ചെറിയ വല്യുള്ളി ഒരു ചെറിയ വല്യുള്ളി ഇട്ടിട്ട് വാട്ടിയിട്ട് ഇത് ചിക്കന് ഇങ്ങനെ വേവിച്ചെടുത്തതാണ്. അപ്പോൾ അതിൽ ഒരു ചെറിയൊരു വല്യുള്ളി, കറുമസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചതാണ്. അതുകൊണ്ടാണ് ചെറിയൊരു വല്യുള്ളി ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇത് ഒരു ഇടത്തരം, രണ്ടും കൂടി ചേർക്കണ ഒരു ഇടത്തരം ഉള്ളിയെ നിങ്ങൾക്ക് വരുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കാളി, ചെറിയ തക്കാളി, ഇതാ പറ്റ നൈസാക്കി അരിഞ്ഞതാണ്. ഇതിങ്ങനെ വെറൈറ്റി ആക്കി അരിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ. ക്യാരറ്റൊന്നും ഇങ്ങനെ അരിയാൻ, ബീൻസൊക്കെ ഇങ്ങനെ അരിയാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ക്യാരറ്റ് മാത്രം കൂടുതൽ എടുത്തിട്ടുള്ളത്. അത് ഇതാ ഇങ്ങനെ ഒരു ഫാമിലി പാക്കാണ് എടുത്തിട്ടുള്ളത്. 6 റോളുണ്ടാവും. അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് 1/4 കിലോ ചിക്കൻ ഉണ്ട്. നല്ല ആരുള്ള ഭാഗം, എല്ല് കുറവുള്ള ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 6 പാക്കറ്റ് ഇതിൻ്റെ മിക്സഡ് കൂട്ടുണ്ടാവും. അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. പിന്നെ ഇത് വേവിക്കാൻ വെക്കുമ്പോൾ ഇത് നല്ലോണം വെള്ളത്തിൽ തിളച്ചതിന് ശേഷം ഊറ്റിയെടുക്കണം. അത് ഇടുമ്പോൾ അതിലേക്ക് വേണ്ട ഉപ്പും ഇട്ട് കൊടുക്കുക. പിന്നെ നൂഡിൽസ് തമ്മിൽ ഒട്ടാതിരിക്കാൻ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് നമ്മൾ ബിരിയാണി വെക്കുകയാണെങ്കിലും ബിരിയാണീൻ്റെ വെള്ളത്തിലും 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ അതിൽ ചെറുനാരങ്ങനീര് ഇട്ടാലും മതി. ഈ ക്യാരറ്റ് ചില സമയത്ത് ഞാൻ ഇത് തിളപ്പിച്ച് ഊറ്റുമ്പോൾ അതിലിട്ട് കൊടുക്കാറുണ്ട്. ഇന്ന് ഞാനിപ്പോൾ ഇതിലിട്ട് കൊടുക്കുന്നില്ല, നേരിട്ട് ഇതിൽ വേവിക്കാനാണ് പോകുന്നത്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി നമുക്കൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അത് തിളക്കാറായി. ഇത് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഉപ്പും 1 ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ച് നൂഡിൽസും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്ത് ഉപ്പും ഇട്ട് കൊടുക്കുക. അപ്പോൾ തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മളെ നൂഡിൽസ് ഇട്ട് കൊടുക്കുകയാണ്. ഉടച്ചുകാണ്ട് ഇട്ട് കൊടുക്കുക. ഞാൻ അത് ഉടക്കാതെ ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ല 3 ആൾക്ക് കഴിക്കാൻ മാത്രം ഉണ്ടാവും. ഈ അളവിലെടുത്താൽ 3 ആൾക്ക് ഇത് കഴിക്കാം. ഇതിന് തിളച്ച് വരുമ്പോൾ അധികം കൂടുതൽ നേരം ഇത് വെള്ളം ഊറ്റിയെടുക്കണ്ട, കുറേശ്ശെ വെള്ളം ഇതിലുണ്ടാവണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഊറ്റിയാൽ മതി. നല്ലോണം വെള്ളം വളർന്നു പോകേണ്ട ആവശ്യമില്ല. ഇത് തിളച്ചായി വരുമ്പോഴേക്കും നമുക്ക് ഒരു പാൻ വെച്ച് ആ ചട്ടി ചൂടാക്കാൻ വെക്കാം. ഇത് ചിക്കൻ ഉണ്ടാക്കിയതാണ്. അതാണ് ഇതിൽ ഇങ്ങനെ എണ്ണയ്ക്ക് കളർ വ്യത്യാസം. ചിക്കൻ വേവിച്ചതാണ് ഇതിൽ. ഇത് നല്ലോണം ചൂടായി വരണം. അപ്പോൾ നമുക്ക് ഉള്ളി ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കാം. അതിപ്പോഴേക്കും ഇത് നൂഡിൽസ് ഇതാ ജസ്റ്റ് ആയിട്ടേ ഉള്ളൂ. ഇത്ര വെള്ളമുണ്ട്. ഇതിന്
അല്ല കുറച്ച് വെള്ളം നമുക്ക് പുറത്തേക്ക് ഒഴിവാക്കി കൊടുക്കാം. ഇത് ഇതിലേക്കുള്ളത് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഈ ബാക്കിയുള്ള വെള്ളത്തിലേക്ക് ഇതാ കുറച്ച് വെള്ളമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ വെള്ളത്തിലേക്കാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. പറ്റ വെള്ളം വന്ന് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്കിത് ഡ്രൈ ആയി നിൽക്കും. എന്നാൽ തന്നെ നിങ്ങൾക്ക് ഡ്രൈ ആയി നിൽക്കും. ഇനി ഇതിലേക്ക് വല്യുള്ളി ഇട്ട് കൊടുക്കാം. കരിവേപ്പിൻ്റെ ഇല വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇത് ഞാൻ പൊരിച്ച് വെച്ചതാണ് ഇവിടെ. അപ്പോൾ പൊരിച്ച് വെച്ച കരിവേപ്പിൻ്റെ ഇല ആയപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിൽ എടുത്ത് വെക്കാൻ മറന്നതാണ്. നിങ്ങൾക്ക് പറഞ്ഞു തരാം, കാണിച്ചു തരാമെന്ന് ഉദ്ദേശിച്ചിരുന്നു. ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഒന്നുകൊണ്ട് വാടി വന്നതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് വാടിയാൽ മതി. വെച്ചാൽ നൂഡിൽസൊക്കെ നമ്മൾ ഉപ്പിട്ടിരുന്നു. മസാലയ്ക്കുള്ളത് മതി. പിന്നെ ഇതിൻ്റെ കൂട്ടിക്ക് ഇതിലുണ്ടാവും ഉപ്പ്. അപ്പോൾ പിന്നെ കൂടുതൽ അതിൻ്റെ ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇനി ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് നൂഡിൽസിൽ കൂടെ വേണമെങ്കിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ ഇതിലൂടെ ഇടാൻ ഉദ്ദേശിക്കണം. ഇതിലേക്കൊക്കെ ഉള്ള ഉപ്പ് നമ്മളിട്ട് കൊടുക്കണം. നിങ്ങൾ ഒരു ഉപ്പും ടേസ്റ്റ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. മുളക് നിങ്ങൾക്ക് ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ടാൽ മതി. ഇതിൽ നല്ല എരിവുണ്ടാവും. നമുക്ക് ഇതിൻ്റെ 6 പാക്കറ്റ് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഉതിർന്ന് വയ്ക്കുക. ഇത് മസാല ഉള്ളതാണ്. പച്ചക്കറീൻ്റെ ഇതെല്ലാം ഇതിലുണ്ട്. ഞാൻ ഇന്നിപ്പോൾ കണ്ടപ്പോൾ ഇതാണ് വാങ്ങിയത്. പ്ലെയിനായിട്ടാണ് ഞാൻ വാങ്ങാറുള്ളത്. പ്ലെയിനാകുമ്പോൾ ഒരു ഇങ്ങനത്തെ കൂട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ അത്യാവശ്യം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. അത് ചെറിയ തക്കാളി ഉപ്പാക്കിയിട്ട് അരിഞ്ഞതാണ്. ചിക്കൻ വേവിച്ചെടുത്തതാണ്. അപ്പോൾ അത് നിൽക്കട്ടെ. ഇതൊന്ന് നമുക്ക് ജസ്റ്റ് മൂടിയിട്ട് കൊടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്ക് ഈ നൂഡിൽസിലേക്ക് ഈ ഒഴിച്ച് വെച്ച വെള്ളവും ഇതിൻ്റെ കൂട്ടും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നല്ലോ ഇത് പിടിച്ച് വെച്ചാൽ ഇത് മസാലപ്പൊടി, മുളകും പൊടിയൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇത് പ്ലെയിൻ അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചേർത്താൽ മതി. ക്യാരറ്റ് ജസ്റ്റ് വെന്താൽ മതി. പച്ചക്കറി ആയതുകൊണ്ട് ക്യാരറ്റ് പച്ചയിൽ നമ്മൾ കഴിക്കണമല്ലോ, അതുകൊണ്ട് ജസ്റ്റ് വെന്താൽ മതി. ഇത് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കന് മല്ലിൻ്റെ ഇല എപ്പോഴും പറയണ്ടത് തണ്ടോട് കൂടിയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പുറത്ത് കയറുള്ളൂ. ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. എണ്ണ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ചെറുനാരങ്ങയുടെ നീര് അത് മുറിച്ച് അത് റെഡി ആകുമ്പോഴേക്ക് ഒഴിച്ച് കൊടുക്കാൻ മതി. ഇനി ഉപ്പ് എരിവും കൂടെ നോക്കിയിട്ടാണ് ഇത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം.
ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് തിളച്ച പാട് നമ്മൾ ഊറ്റി കളഞ്ഞില്ല, അങ്ങനെ കളയാതെ നിന്നിട്ടുണ്ടെങ്കിൽ അതേലും ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ കുറേയൊക്കെ വെള്ളം ഉണ്ടായാലും നിങ്ങൾ കഴിക്കാൻ നേരമാകുമ്പോഴത്തെ വെള്ളമൊക്കെ വഴിഞ്ഞ് പോയിട്ടുണ്ടാവും. നല്ലോണം 3 ആൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. വേറെ ജസ്റ്റ് എന്തെങ്കിലും എന്നാണ് ഇത് റെഡി ആയി കഴിഞ്ഞു. മുട്ട വേണമെങ്കിൽ പുഴുങ്ങി വെക്കാം, അതെല്ലാം ചെയ്യാൻ പറ്റും. ഇത് ഒരു 2 മിനിറ്റ് നേരം അടച്ചിടാം. ഇങ്ങനെ അമർത്തി കൊടുക്കട്ടെ, അതിന് മറിഞ്ഞ് ചെയ്ത് കാണാം. അങ്ങനെ അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീരെ ഒട്ടി പിടിക്കും. അത് ഉയർന്ന് വെക്കട്ടെ. ഇനി മൂടിയിട്ട് ഈ ഓഫാക്കാം. ഇത് പിച്ചളച്ചട്ടിയാണ്, ഇത് നല്ല ചൂടുണ്ടാവും. അതുകൊണ്ട് ഇത് ഓഫാക്കിയതിന് ശേഷം ഇതിൽ വെച്ചാൽ മതി. ഇതിന് നല്ല ചൂടുണ്ടാവും. ഇത് 1 ടീസ്പൂൺ നെയ്യാണ്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുനാരങ്ങ നീര് വേണമെങ്കിൽ വേണ്ടുന്നവർക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ഉറ്റിച്ചിട്ടില്ല, വേണമെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മളൊരു അരമണിക്കൂറിലേറെ ഇതിൽ അടച്ചിട്ടതായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾ ഈ ചട്ടി നല്ല ചൂടുള്ള കാരണം ആണ് ഞാൻ ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ ഇട്ട് കൊടുക്കാനത്. ഇപ്പോൾ അതുകൊണ്ട് പിന്നെ ഉടനെ ഓഫാക്കി നിങ്ങളങ്ങനെ ഒഴിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീ കുറച്ച് കൊടുക്കുക. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ്.